എന്റെ പൊന്നോ, കാണുന്നത് പോലെ തന്നെ അത്രയും അധികം ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ പാസ്ത സാലഡിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു സാലഡിന്റെ റെസിപ്പി. സാലഡ് സാലഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതര സാലഡാണ്. നമ്മൾ അത് പാസ്ത ചിക്കൻ അതുപോലെ തന്നെ വേറെ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സാലഡിന്റെ റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ വെള്ളം ഊറും. ഞാനിപ്പോ കഴിച്ചു കഴിഞ്ഞാലേ എനിക്കിനിപ്പം വെള്ളം ഊറിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. കാണാമോ? നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഇപ്പൊ ഇത് ഞാൻ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ച് തീർക്കാതെ സ്റ്റോപ്പാക്കാൻ പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ ഞാന് പോയിട്ട് കഴിക്കട്ടെ. റെസിപ്പിയുടെ വിശദാംശങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കട്ടോ. ബൈ ബൈ. അപ്പൊ എന്റെ പ്രഹസനം എല്ലാം കഴിഞ്ഞു. നമുക്കിനിപ്പോ സാലഡ് ഉണ്ടാക്കാനുള്ള റെസിപ്പിയിൽ എന്തൊക്കെയാണ് നമ്മൾ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അതിൽ ഒരു ബോക്സിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നതിനോടൊപ്പം ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പറയട്ടെ. നിങ്ങൾ കാണുന്നില്ലേ? ആദ്യം തന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച 1 കപ്പ് പാസ്ത, അതിപ്പോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത് മിക്സഡ് പാസ്തയാണ്, അപ്പൊ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കുറച്ച് പീസ് ഓഫ് ചിക്കൻ കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ജസ്റ്റ് മുളക് പൊടി ഉപ്പുപൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച ലെറ്റസ് ആണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പൊ അതൊരു 5-6 ഇതളുകൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ കുക്കുംബർ ചേർത്ത് കൊടുത്തു. ഒരു 1/4 കഷ്ണം സവാള ചേർത്ത് കൊടുത്തു. ഓപ്ഷണലാണ്, സവാളയൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ പച്ച, മഞ്ഞ, ചുമന്ന ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചുമന്ന മുളക് പൊടിച്ചിട്ടെടുക്കത്തില്ലേ, മുളക് പൊടിയായിട്ടല്ല, ഇതുണ്ടല്ലോ ഫ്ലക്സ് ആയിട്ട്. അതിപ്പോ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ അതിന് പകരമായിട്ട് ഒരു 1/2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില, നമ്മളുടെ ഫേവററ്റ് ആണല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ വേണ്ട. ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ട് പിന്നെ നമ്മൾ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് തേന് ചേർത്ത് കൊടുക്കണം. തേന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മുളക് ചതച്ചതുണ്ടെങ്കിൽ, എന്ന് വെച്ചാല് ചുമന്ന മുളക് ചതച്ചതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുള്ളത്. അവരവരുടെ ഐഡിയക്ക് അനുസൃതമായിട്ട് നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്തിട്ടുണ്ടാക്കാം. നമുക്കിപ്പോൾ നാട്ടിലാണെങ്കിൽ മുരിങ്ങയിലയൊക്കെ ചേർക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുരിങ്ങയിലയൊക്കെ ചേർത്തിട്ട് ഇതൊന്നും ഉണ്ടാക്കാം. ഇതിപ്പോ ഇവിടെ ആയതുകൊണ്ടാണ്, നമുക്ക് മുരിങ്ങയില കിട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത്. ഇതിൽ ബ്രോക്കോളി ചേർക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേക്ക് ഇപ്പൊ ചേർക്കുന്നത് തേനാണ്. നേരത്തെ ഞാൻ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മയോണസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ മസ്റ്റേർഡ് ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കാം. മയോണസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോ അതിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ചിക്കൻ പാസ്ത സാലഡ് ഇവിടെ റെഡി ടു സെർവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അതിലേക്ക് ചെറിയ ഒരു മിനുക്കുപണി നടത്താനുണ്ട്. നമ്മൾ മിനുക്കുപണിയുടെ ആളാണല്ലോ. സോ ഞാൻ ചെറുതായിട്ട് ലെറ്റസിന്റെ ആ ഒരു ഇലകൾ വെച്ചിട്ട് തന്നെ ജസ്റ്റ് അതൊന്ന് ഡെക്കോർ ചെയ്യാണ്. ശേഷം ഞാൻ 2-3 പീസ് ചിക്കനും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഡെക്കോർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അവരവരുടെ ഐഡിയക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ഇപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം.
ഈ ചിക്കൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ബീഫ് അതിലുണ്ടാക്കട്ടെ. ബീഫില്ലേ ചെറിയ പീസാക്കിയിട്ട് അത് ഇതേപോലെ മെത്തേഡ് തന്നെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, നമ്മളുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.